ജീവനെടുക്കുന്നതിൽ ഭ്രമം കാണുന്ന, ഇനിയും താൻ വേണ്ടി വന്നാൽ ആളെ കൊല്ലുമെന്ന് നാണമില്ലാതെ പലയാവർത്തി പറയുന്ന ചെന്താമര ഒടുക്കം ആദ്യ കേസിൽ കുറ്റക്കാരനായിരിക്കുന്നു. അയാളുടെ വിധി മറ്റന്നാൾ. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ അയൽവാസി ചെന്താമര കുറ്റക്കാരൻ. മറ്റന്നാൾ ശിക്ഷ വിധിക്കും. പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ വിധി പറയാൻ പോകുന്നത്. 2019 ഭാര്യ പിണങ്ങിപ്പോയതിന് കാരണം അയൽവാസിയാണെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് അയൽവാസിയെ കൊന്നില്ലാതാക്കി. ആറു വർഷത്തിന് ശേഷമാണ് നാടിനെ നടക്കിയ കൊലപാതക കേസിലെ വിധി. ഭാര്യയും മക്കളും തന്നെ വിട്ടുപോയതിന് കാരണം സജിതയാണെന്ന ചെന്താമരയുടെ സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. 2019 ഓഗസ്റ്റ് 31 സംഭവം. അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനിടെ സജിതയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ ഉൾപ്പെടെ 67 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. കേസിൽ നിർണായകമായത് സജിതയുടെ വീട്ടിൽ കണ്ട ചെന്താമരയുടെ കാൽപ്പാടുകൾ. ഒന്നും പറയാനില്ലെന്ന കോടതിയിൽ ചെന്താമരയുടെ പ്രതികരണം. ഈ കേസിൽ ഫുട് പ്രിൻ്റാണ്, പിന്നെ അയാളുടെ ഈ പ്രതിയുടെ ഷർട്ടിൻ്റെ പീസ്, ഇതെല്ലാം ഈ പ്രതിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംഭവ ദിവസം തന്നെ പോലീസിന് മുഴുവനും കിട്ടിയിട്ടുണ്ട്. ഈ ഷർട്ട് അയാളുടെയാണ് എന്ന് അയാളുടെ ഭാര്യ വന്ന് കൊടുത്ത മൊഴി കോടതി അങ്ങേയറ്റം അത് സ്വീകരിച്ചിട്ടുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്നായിരുന്നു സജിതയുടെ കുടുംബത്തിന്റെ പ്രതികരണം. 16-ാം തീയതി കഴിയട്ടെ വേണം, എന്നിട്ട് എന്താ തീരുമാനിക്കട്ടെ. കിട്ടട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ആശ്വാസമുണ്ട്. കേസിലെ പ്രധാന സാക്ഷി പുഷ്പ ചെന്താമരയെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് പോയെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സജിത കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ജനുവരിയിലാണ് ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരൻ, ഭർത്തൃമാതാവ് ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.